ഹലോ, കുംബ്ലൂസ് നാരങ്ങയുടെ സ്കിന്ന് നമ്മൾ അച്ചറിടാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഈന്തപ്പഴം. മസാല വേണ്ടത് മുളക് പൊടി, അതുപോലെ തന്നെ കായപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ നമ്മുടെ എണ്ണ, പിന്നെ വിനാഗിരി. ഇതെല്ലാം കൂടി എണ്ണ ചൂടായി ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചാൽ മസാല ഇട്ട് കൊടുക്കുക. മസാല എന്നാൽ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഒത്തിരി പുളി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഇല്ല കുഴപ്പമില്ലാത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ആ വിനാഗിരി ഒന്ന് ചൂടായി, അതുപോലെ തന്നെ മസാലയൊക്കെ പച്ചമണമൊക്കെ മാറി മസാലയൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. ഈന്തപ്പഴത്തിൻ്റെ ഹാർഡ്നെസ് മാറി കുറച്ചൊന്ന് സോഫ്റ്റ് ആവണം. സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കുബ്ലൂസ് നാരങ്ങയുടെ സ്കിൻ ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്കിന്ന് ഒന്ന് ചിരണ്ടി കളയണം. ഉള്ളിലത്തെ ആ ഒരു പഞ്ഞി പോലത്തതും കൂടി റിമൂവ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വലിയ കയ്പ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമാവില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഭരണികളിലോട്ടൊക്കെ ആക്കി വെക്കുമ്പോൾ നമുക്ക് വിനാഗിരി കുറച്ചും കൂടി ചൂടാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ നാളിത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഈ സ്കിന്ന് ഇരിക്കും തോറും ഇത് ഭയങ്കരമായിട്ട് സോഫ്റ്റായി അരത്തലത്ത് പോകും. അപ്പോൾ അച്ചാറ് പോലെ നമുക്കിങ്ങനെ കോരിയെടുത്ത് നമുക്ക് കഴിക്കാനും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ എല്ലാ മസാലയും കൂടി ആ സ്കിന്നിൽ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഞാൻ ഏകദേശം അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ബൗളിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വെറൈറ്റീസ് വീഡിയോയായി വീണ്ടും നമുക്ക് കാണാം. പ്രത്യേകം ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. ബൈ.